നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ആദ്യമായി എത്തിയ ഇലക്ട്രിക് വാഹനം ഹ്യുണ്ടായ് കോനയാണ്. ഹ്യുണ്ടായ് കോനയ്ക്ക് മുമ്പ് റേവ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ആധുനികമായ ബാറ്ററി പാക്കോ മോട്ടറോ ഒന്നും ആയിരുന്നില്ല റേവയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും ആധുനികമായ ഒരു ഇലക്ട്രിക് വാഹനം ഇന്ത്യയിലെത്തിയത് കോനയിലൂടെയാണ്. അതിനുശേഷം കോനയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കോനയുടെ അതേ വലുപ്പമുള്ള മറ്റൊരു വാഹനം വന്നത് MGയുടെ ZS EV എന്ന ഈ ഒരു വാഹനമാണ്. സത്യത്തിൽ MG മോട്ടോറിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ചിരിച്ചിരിച്ചാകും എന്ന് പറഞ്ഞ പോലെയാണ്. ആദ്യകാലത്ത് ഒരു മനുഷ്യനും വേണ്ട ചൈനീസ് വാഹനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം പരിഹാസം കേട്ട ഒരു യുവാവ് വേറെ ഇല്ല എന്നാണ് പറയേണ്ടത്. ഞാനൊക്കെ വിചാരിച്ചത് ചൈനീസ് വാഹനം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരെല്ലാം MG മോട്ടോറിനെ തള്ളിപ്പറയുകയും MG ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് പോകേണ്ടി വരികയും ചെയ്യും എന്നൊക്കെയായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാവുന്നത് ഈ വാഹനം അത്രയും മികച്ചൊരു വാഹനമാണ്, അല്ലെങ്കിൽ ഇവരുടെ വാഹനങ്ങൾ അത്രയും മികച്ച വാഹനങ്ങളാണ് എന്നുള്ളതാണ്. നല്ല ഇൻറ്റീരിയർ സ്പേസും നല്ല നിർമ്മാണ നിലവാരവും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഫീച്ചേഴ്സിൻ്റെ വിപ്ലവം തുടങ്ങി വെച്ചൊരു കമ്പനിയും തീർച്ചയായിട്ടും MG മോട്ടറാണ് എന്നാണ് പറയേണ്ടത്. ഈ ഫീച്ചേഴ്സിൻ്റെ വിപ്ലവം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ വാഹനങ്ങളിൽ പോലും ധാരാളം ഫീച്ചേഴ്സ്, അതായത് സാധാരണക്കാരന് പോലും പ്രാപ്യമാകുന്ന രീതിയിൽ ഫീച്ചേഴ്സ് കൊണ്ടുവന്നു എന്നുള്ളതാണ് MG മോട്ടോറിൻ്റെ പ്രത്യേകത. ആ പാതയാണ് പിന്നീട് ഹ്യുണ്ടായും കിയയും എല്ലാം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവ നായകൻ തന്നെയാണ് തീർച്ചയായിട്ടും MGയുടെ ആദ്യകാല വാഹനങ്ങൾ എന്നാണ് പറയേണ്ടത്. ഈ വാഹനം വന്നപ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 461 കിലോമീറ്റർ റേഞ്ചുണ്ട് ഈ വാഹനത്തിന് എന്നുള്ള കാര്യമാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ പിന്നിലായിരുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വന്ന MGയുടെ ഒരു മോഡലാണ് ആസ്റ്റർ. ഇപ്പോഴിതാ ZS EVയും ആസ്റ്ററിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ധാരാളം അഡാസ് ഫീച്ചേഴ്സുമായിട്ട് വന്നിരിക്കുകയാണ്. അഡാസ് ഫീച്ചേഴ്സിൻ്റെ ലെവൽ 2 ആണ് ഇപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്, ആസ്റ്ററിലേതുപോലെ തന്നെ. ഇതിനു മുമ്പുള്ള MG ZS EVയിലും 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ലൈൻ ചേഞ്ച് അസിസ്റ്റ് ഉണ്ടായിരുന്നു, മറ്റൊന്ന് ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് ഉണ്ടായിരുന്നു, പിന്നൊന്ന് റിയർ ക്രോസ് അലേർട്ട് ഉണ്ടായിരുന്നു. അത്തരം 2-3 കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ അഡാസ് ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ അഡാസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു വാഹനത്തിനും ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അഡാസ് ഫീച്ചേഴ്സ് വളരെ അനോയിങ് ആകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. തീർച്ചയായിട്ടും അടുത്ത കാലത്ത് ഞാനത് ഹ്യുണ്ടായ് വെർണ പോലുള്ള വാഹനങ്ങളൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ എമർജൻസി ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറല്ലേ എന്നുള്ള കാര്യം തോന്നി. കാരണം ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഡ്രൈവറുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഡ്രൈവർ പോലും അറിയാതെ വാഹനം ബ്രേക്ക് ചെയ്യുകയും പിൻഭാഗത്ത് വരുന്ന ചേട്ടൻ നമ്മളെ ചീത്ത വിളിക്കുകയും ചെയ്യും. 2-3 തവണ തന്തയ്ക്ക് വിളി തന്നെ ഞാൻ കേട്ടു വയനാട്ടിലേക്ക് ഞാൻ ഈ ഹ്യുണ്ടായ് വെർണ ഓടിച്ച് പോകുന്ന വഴി. എന്നിട്ട് ഞാൻ പിന്നീട് ഹ്യുണ്ടായ് തന്നെ വിളിച്ച് ചോദിച്ചാൽ ആ ഒരു ഫീച്ചർ ഓഫ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ വാഹനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അഡാസ് ഫീച്ചേഴ്സിൻ്റെ ലെവൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ലോ, മീഡിയം, ഹൈ അങ്ങനെ 3 തരത്തിലുള്ള ലെവലുകളുണ്ട് ഇതിൻ്റെ അഡാസ് ഫീച്ചേഴ്സിൽ. അതായത് മയത്തിലൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഒന്നും മയത്തിലൊക്കെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ലോ എന്നുള്ള ആ ഒരു മോഡിലേക്ക് മാറ്റിയാൽ വലിയ ശല്യമില്ല, അത് ഓടിച്ചു പോകാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളുടെ ഒരു ലെവലിനനുസരിച്ചുള്ള കാര്യങ്ങൾ മതി എന്നുള്ളതാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 17 അഡാസ് ഫീച്ചേഴ്സുമായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ZS EVയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈജു നായർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് MG ZS EV ഇന്ത്യൻ വിപണിയിലെത്തിയത്. അതിനുശേഷം 2022 ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ടായി. ആ ഫേസ് ലിഫ്റ്റിൽ കാര്യമായ രീതിയിൽ ഫേസ് മാറുകയല്ല ചെയ്തത്, ബാറ്ററി പാക്ക് കുറച്ചുകൂടി വലുതായിട്ട് മാറി എന്നുള്ളതാണ്. അങ്ങനെയാണ് 461 കിലോമീറ്റർ റേഞ്ചിലേക്ക് ഈ വാഹനത്തിൻ്റെ റേഞ്ച് മാറിയത്. ഇപ്പോൾ ഈ അഡാസ് ഫീച്ചേഴ്സുള്ള പുതിയ മോഡൽ വന്നപ്പോൾ 1-2 ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മുൻഭാഗത്ത് നോക്കി ഇത് പുതിയതാണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം. അതിൽ ഒന്ന്, ഇവിടെ ഒരു ക്യാമറ കാണുന്നുണ്ട്, മറ്റൊന്ന് ഇവിടെ ഈ ഒരു റഡാർ കാണുന്നുണ്ട്. ഈ മുൻഭാഗത്തുള്ള റഡാർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് അഡാസ് ഫീച്ചേഴ്സുള്ളൊരു വാഹനമാണെന്ന്. അതിൻ്റെ ലെവൽ 2 ആണ് നമ്മളിപ്പോൾ ഈ വാഹനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാഴ്ചയിൽ ഏതൊരു MG വാഹനവും പോലെ തന്നെയാണ് ലുക്ക് എന്ന് പറയേണ്ടത്. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളുടെ പോലെ തന്നെ മുൻഭാഗമൊക്കെ അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. MGയുടെ വലിയ ലോഗോ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. ഇതാണ് ഈ വാഹനത്തിൻ്റെ ചാർജിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. മുൻഭാഗത്ത് വളരെ സൗകര്യപ്രദമാണ്. ഏതെങ്കിലും കാർ പോർച്ചിലേക്ക് കയറ്റി നിർത്തി കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചാർജിങ്ങിൻ്റെ സമയം മറ്റും നമുക്ക് തുടർന്ന് പറയാം. ഏതായാലും മുൻഭാഗത്ത് ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. LED ഹെഡ് ലാമ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്.
താഴെയായിട്ട് ഈ ഒരു വൈറ്റ് നിറമൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ലോവർ ലിപ്പ് പോലൊരു ഭാഗം കൊടുത്തിരിക്കുന്നതിൽ സ്റ്റീൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വലിയ സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള SUV ആണ് ഇതെന്നാണ് പറയേണ്ടത്. വളരെ അഗ്രസീവായ SUV ലുക്കല്ല അതിന് കൊടുത്തിരിക്കുന്നത്. ആസ്റ്ററിൻ്റെ ഏതാണ്ട് ഒരു രീതികൾ എന്നൊക്കെ തന്നെയാണ് പറയേണ്ടത്. ആസ്റ്ററും അതുപോലെ ZS-CVയുമായിട്ട് മറ്റ് പല രാജ്യങ്ങളിലും പേര് പോലും പങ്കിടുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ആസ്റ്ററിൻ്റെ ലുക്കിൽ തന്നെയാണ് നമുക്ക് പറയാവുന്നത്. വളരെ ഫ്ലാറ്റായിട്ടുള്ള ബോണറ്റാണ്. അതിൽ ഈ പവർ ബൾജുകളൊക്കെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്ത് വളരെ കനത്ത ബോഡി ലൈനുകളൊന്നും നമുക്ക് പറയാനില്ല. ചെറിയ ചെറിയ കട്ടുകളൊക്കെയാണ് പറയേണ്ടത്. ഇവിടെ ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ AC വെൻറ്റ് ടയറിലേക്ക് എയറിൻ്റെ ആ ഒരു ഫ്ലോ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ഘടകമാണ്. നമ്മളെപ്പോഴും ഏതൊരു ഇലക്ട്രിക് വാഹനം നോക്കിയാലും അത് കാണാം. എപ്പോഴും എയറിൻ്റെ റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ് നിൽക്കണം ഇലക്ട്രിക് വാഹനങ്ങൾ, എങ്കിൽ മാത്രമേ റേഞ്ച് കൂടുതൽ കിട്ടുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള എയർ വെൻ്റൊക്കെ കാണുന്നത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു എയർ ഡാം പോലൊരു നീണ്ട ഭാഗം താഴെയും കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള മുൻഭാഗത്തെ രൂപമായിട്ട് പറയാവുന്നത്. ഒരു മാറ്റവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇപ്പോൾ അഡാസ് ഫീച്ചേഴ്സ് വന്നപ്പോഴും രൂപത്തിലൊന്നും മാറ്റമില്ല. എങ്കിലും നമ്മൾ പതിവുകൾ തെറ്റിക്കാതെ ഇതൊക്കെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ആ ഒരു ക്ലാഡിംഗ് ആണ് പിൻഭാഗത്തേക്ക് നീണ്ടുപോകുന്നത്. ഇവിടെ ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു പച്ച നമ്പർ പ്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷേ യൂറോപ്പിലൊക്കെ ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ഏത് നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ഇതിനൊരു സാങ്കത്യമുണ്ട്. ഇന്ത്യയിൽ വലിയ കാര്യമൊന്നുമില്ല. പച്ച കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇലക്ട്രിക് വാഹനമാണെന്നുള്ള കാര്യം. എന്തായാലും സാമാന്യം കാര്യമായ ഒരു വീൽ ട്രാവലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാവുന്നൊരു വാഹനമാണിതെന്ന് പറയാം. നമ്മളെ അടുത്ത കാലത്ത് ഞെട്ടിച്ച ഓഫ് റോഡ് എന്ന് പറയുന്നത് ടാറ്റ പഞ്ച് എന്ന് പറയുന്ന ചെറിയ SUV നമുക്ക് ഓഫ് റോഡ് ഓടിക്കാൻ തന്നപ്പോഴാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ഓഫ് റോഡ് പോകുന്നുള്ള കാര്യം മനസ്സിലായത്. അതായത് ഇനിഷ്യൽ ടോർക്ക് അതുപോലെ ഇരച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏതൊരു കയറ്റവും എങ്ങനെയും കയറിപ്പോവും. അന്ന് ചെറിയ സ്റ്റെപ്പുകൾ പോലും ഓടിച്ച് കയറ്റുന്ന രീതിയിലുള്ള ട്രാക്കൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിരുന്നത്. നമ്മൾ ഞെട്ടിച്ചു കേട്ടോ, നമ്മൾ തീർച്ചയായിട്ടും ഞെട്ടിച്ചു. എന്തൊരു പവർഫുള്ളാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നാണ് അന്ന് മനസ്സിലായത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 177 മില്ലിമീറ്ററാണ്. സാധാരണ ഇത്തരം വാഹനങ്ങൾ കാണുന്നൊരു അല്പം കുറവാണെന്ന് കാണാം. അതിന് കാരണം ഇതിൻ്റെ ഫ്ലോറിൽ ബാറ്ററി പാക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ്. സാധാരണ ഏതൊരു പെട്രോൾ വാഹനവും ഇലക്ട്രിക് ആക്കി മാറ്റുമ്പോൾ ഒന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുന്ന സംഭവമുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം പിൻഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ സ്റ്റീൽ ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലിന് സൈഡ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ സൈഡ് വ്യൂ മിറേഴ്സിൽ കൊടുത്തിരിക്കുന്നു. മേൽഭാഗത്ത് റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ വിശാലമായ ഇൻറ്റീരിയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഗ്ലാസ് ഏരിയ ഉണ്ട്. ഇവിടെ വളരെ ചെറിയൊരു കോർണർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗം പിൻഭാഗമാണ് എന്നാണ് പറയേണ്ടത്. അത് നമ്മളെ ഓർപ്പിക്കുന്ന ആസ്റ്ററിനെ തന്നെയാണ് എന്നാണ് പറയേണ്ടത്. ഇവിടെ ZS എന്നുള്ളതും EV എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. MGയുടെ വലിയ ലോഗോയാണ് ഇവിടെ കാണുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഭംഗിയുള്ളൊരു എലമെൻ്റ് ഉണ്ട്. അത് ഇതെന്താ വർക്ക് ചെയ്യുന്നത്? ഓണായിരിക്കും കേട്ടോ, അതിനറിയാതിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പിൻഭാഗത്ത് എന്തായാലും ഈ ഒരു ബമ്പറിൻ്റെ താഴെയുള്ളൊരു ഭാഗം കട്ട് ചെയ്ത് ഭംഗിയുള്ള എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു. അതിൽ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സിൻ്റെ ബാഡ്ജിങ് ആണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു വലിയ ബാഡ്ജിങ് സാധാരണ ഈ വാഹനങ്ങളിൽ MGയുടെ വാഹനങ്ങളിൽ കാണാറുണ്ട്. നമ്മളെപ്പോഴും കളിയാക്കുന്നൊരു കാര്യമാണിത്. മൊബൈൽ ഫോണിൽ പോലും ഇൻ്റർനെറ്റ് ഇഷ്ടം പോലുള്ളപ്പോൾ അങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമില്ല. അതെന്തായാലും പുതിയ ZS-CVയിൽ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് എങ്ങനെയുണ്ട് ബൂട്ട് സ്പേസ് നോക്കാം. 448 ലിറ്ററുണ്ട്. തീർച്ചയായിട്ടും നല്ല ബൂട്ട് സ്പേസാണ്. ഒരു ഫുൾ സൈസ് ടയർ താഴെ നമ്മൾ കാണുന്നു, അതിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ബാറ്ററി പാക്ക് ഏതാണ്ട് സീറ്റുകളുടെ പിൻഭാഗത്തായിട്ട് അവസാനിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്രയും ബൂട്ട് സ്പേസ് വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ് ഈ വാഹനം എന്നാണ് പറയേണ്ടത്. പിന്നെ റിയർ ഡീഫോഗറും അതുപോലെ തന്നെ റിയർ വൈപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള LED, എന്തുമാത്രം പട്ടികൾ വരുന്നതുണ്ട്. നല്ല ഭംഗിയുള്ള LED ടെയിൽ ലാമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെ എലമെൻസും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷാർഫിൻ ആൻറ്റിനയുണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും സ്റ്റോപ്പ് ലൈറ്റും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ പറയാനുള്ളത്. യാതൊരു മാറ്റവുമില്ല. പ്രധാനമായിട്ടും അഡാസ് എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് വന്നു എന്നത് മാത്രമാണ് നമുക്ക് ഏറ്റവും പുതിയ വാഹനത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയാവുന്നത്. എന്തായാലും അന്നോട്ടെന്ന് പറയാം 2020 ആദ്യമായി വിപണിയിലെത്തിയതിനു ശേഷം ഇപ്പോൾ 4 വർഷമായി ഈ വാഹനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്കിലും ബോറടിക്കാത്ത രൂപമാണ് തീർച്ചയായിട്ടും MG ZS-CVക്കുള്ളത്. തന്നെ വല്ല ചീത്തപ്പേരുകളില്ലാത്തൊരു വാഹനമാണത്. ഇത്രയും കാലമായിട്ട് ധാരാളം അനേകായിരങ്ങൾ വാങ്ങിച്ചിട്ടും ഒരു പരാതിയും ഈ വാഹനത്തെപ്പറ്റി പറയാനില്ല. ഈ ഒരു 461 റേഞ്ച് എന്ന് പറയുന്നത് 370 വരെ കിട്ടുന്നവർ ഇഷ്ടം പോലെയുണ്ട്. മര്യാദയ്ക്കൊക്കെ ഓടിച്ചാൽ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ റേഞ്ച് കിട്ടാവുന്നൊരു വാഹനവുമാണിത്. കാരണം ചൈനീസ് വാഹനങ്ങളാണ് എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്നത്.
പക്ഷേ MG മോട്ടോർ എന്ന് പറയുന്ന ഈ കമ്പനി ജനിച്ചത് ബ്രിട്ടനിലാണ്. അത് പിന്നീട് കുറച്ച് ബാങ്ക്രപ്റ്റൊക്കെ ആയ സമയത്ത് ചൈനീസ് കമ്പനി വാങ്ങിക്കുകയാണ് ഉണ്ടായത്. ഷാങ്ഹായ് ഓട്ടോ എന്ന കമ്പനി വാങ്ങിക്കുകയാണ് ഉണ്ടായത് ഈ ഒരു ബ്രാൻഡിന്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കൊരു ബ്രിട്ടീഷ് പെഡിഗ്രി ഇതിൽ ആരോപിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. ഏറ്റവും പുതിയ അഡാസ് ഫീച്ചേഴ്സ് വന്ന ZS EVയിൽ. MG മോട്ടോർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന തൊട്ട് മുമ്പ് ഷാങ്ഹായിലെ MG മോട്ടോറിൻ്റെ പ്ലാന്റിൽ ഒരു വിസിറ്റിനായിട്ട് എന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ സമയത്ത് അത് എത്ര വർഷമായി കാണും, എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 7 വർഷമെങ്കിലും ആയി കാണും തോന്നുന്നു. അപ്പോൾ 7 വർഷം മുമ്പ് അവിടെ നമ്മൾ കണ്ട വാഹനങ്ങളിൽ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മെഴ്സിഡസ് ബെൻസിൽ പോലും കാണുന്നതെന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ മെഴ്സിഡസ് ബെൻസിൻ്റെയൊക്കെ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുൾ സ്ക്രീനാണല്ലോ, അല്ലാതെ മറ്റൊരു കാര്യങ്ങളും കാണാനില്ല. അതായത് ഫിസിക്കൽ സ്വിച്ചുകൾ വളരെ കുറവാണെന്നുള്ള കാര്യം അന്നക്കാലത്ത് നമ്മൾ MG മോട്ടോറിൻ്റെ ഷാങ്ഹായിലെ പ്ലാന്റിൽ കണ്ട പല വാഹനങ്ങളും അങ്ങനെയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ജർമ്മൻ വാഹനങ്ങൾ പോലും അത്തരം കാര്യങ്ങളിലേക്ക് എത്തിയത്. തന്നെയല്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടെ കണ്ട വളരെ ചെറിയൊരു ഹാച്ച് ബാക്ക് വാഹനം. അതിന് അന്ന് ആ കാലത്ത്, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ എന്താണെന്ന് പോലും നമ്മൾ പഠിച്ചു വരുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ അതിന് 500 കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ടായിരുന്നു. അതൊക്കെ ഇനിയിപ്പം തുടർന്ന് വരാൻ പോകുന്ന വാഹനങ്ങളാണ് MG മോട്ടോറിൽ നിന്നും. ചുരുക്കം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ MGയുടെ വാഹനങ്ങൾ എപ്പോഴും വളരെ മുന്നിലാണെന്നുള്ള കാര്യമാണ്. ആദ്യമായിട്ട് MG ഹെക്ടർ ഓടിക്കാൻ വേണ്ടി ഊട്ടിയിലായിരുന്നു എൻ്റെ ഡ്രൈവ്. ആ സമയത്തൊക്കെ എൻ്റെ ഇൻറ്റീരിയർ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്ത് രസകരമായിട്ടാണോ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട്. അതായത് ഇന്ത്യക്കാരൊന്നും കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മളെന്നാ വാഹനത്തിൽ കണ്ടു എന്നുള്ളതാണ് സത്യം. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും ഏകദേശം 30 ലക്ഷം രൂപ വിലയുള്ളൊരു വാഹനത്തിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രീമിയം ലുക്ക് തീർച്ചയായിട്ടും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നപ്പോൾ MG ആസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ പോലെയൊക്കെയാണ് ഏകദേശം മാറ്റിയെടുത്തിരിക്കുന്നത്. കളേഴ്സൊക്കെ മാറ്റമുണ്ടെങ്കിൽ പോലും ബേസിക് ലേഔട്ട് ആസ്റ്ററിൻ്റെ പോലാണ്. പക്ഷേ ആസ്റ്ററിന് ഈ മുകളിലൊരു റോബോട്ട് ഇരിപ്പുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 10.1 ഇഞ്ചിൻ്റെ വിശാലമായൊരു സ്ക്രീനാണ് വളരെ ഗംഭീരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വാഹന നിർമ്മാതാക്കൾ സ്ക്രീൻ എടുത്ത് മുകളിൽ കയറ്റി വയ്ക്കും, ഇങ്ങനെ വെക്കാറുണ്ട്. അതായത് മേൽഭാഗം മേളിലേക്ക് ഇങ്ങനെ നിൽക്കും. അങ്ങനെയുള്ളപ്പോൾ പ്രശ്നം വെച്ചാൽ വെയിൽ വരുമ്പോൾ ഇതിൻ്റെ കാഴ്ച നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ താന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല റെസൊല്യൂഷനിൽ ഈ സ്ക്രീൻ കാണാൻ സാധിക്കും. അപ്പോൾ ചാർജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഈ വാഹനം പൂർണ്ണമായിട്ടും ഒരു EV ആണ്. അതായത് പ്രകൃതിയെ അങ്ങനെ ദ്രോഹിക്കാത്ത രീതിയിൽ ഓടിച്ചു പോകുന്നൊരു വാഹനമാണിത്. എമിഷൻ നോംസൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് 0 എമിഷനാണല്ലോ, ഒരു സാധനം പുറത്തേക്ക് തള്ളുന്നില്ല. അതുപോലെ തന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ ദ്രോഹിക്കാതെ നിർമ്മിച്ച ഒരു പ്രൊഡക്റ്റ് കൂടി നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ട്രസ്റ്റഡ് ബ്രാൻഡായ V-സ്റ്റാറിൽ നിന്നും ജനിച്ചിരിക്കുന്ന കാർബൺ 0 ട്രങ്കാണ്. അതായത് പുരുഷന്മാർക്കുള്ള അണ്ടർവെയറാണിത്. അപ്പോൾ എന്താണ് ഈ ഒരു കാർബൺ 0 എന്നൊക്കെ പറയുന്നത്? എപ്പോഴും ഈ മറ്റേ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേൾക്കുന്നുള്ളൂ. എന്താണ് ഇങ്ങനെ ഒരു അണ്ടർവെയറിൽ പ്രാധാന്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് വുഡ് പൾപ്പ് വെച്ച് നിർമ്മിക്കുന്നതാണെന്നുള്ളതാണ്. അതായത് കാട് വെട്ടി നശിപ്പിച്ചല്ല കേട്ടോ, ഇതിനുവേണ്ടി തന്നെ വളർത്തുന്ന ഓസ്ട്രിയ പോലുള്ള സ്ഥലങ്ങളിലെ ബീച്ച് വുഡിൽ നിന്നാണ് ഇതിൻ്റെ പൾപ്പ് എടുത്ത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇത് ആൻറ്റി ബാക്ടീരിയൽ ആണെന്നുള്ളതാണ്. അതായത് നമ്മളൊരു ദിവസം മുഴുവൻ ഇത് ധരിച്ചാലും വളരെ ഫ്രഷ് ആയിരിക്കും എന്നുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, ഇത് അങ്ങേറ്റം സോഫ്റ്റാണ്. അതായത് ഇതിങ്ങനെ പിടിച്ച് കയ്യിൽ ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ആ രീതിയിൽ സോഫ്റ്റാണ് ഈ ഒരു മെറ്റീരിയൽ എന്നുള്ള കാര്യമാണ്. അപ്പോൾ മെയ്ഡ് ഫ്രം വുഡ് പൾപ്പ് എന്നതിൽ എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ജെൻറ്റിൽ ബൈ നേച്ചർ എന്നുള്ളതും രണ്ടും ഈ ഒരു EVകൾക്ക് ചേരുന്ന കാര്യം തന്നെയാണ്. V-സ്റ്റാറിൻ്റെ ഈ ഒരു കാർബൺ 0 ട്രങ്കിൻ്റെ കാര്യത്തിൽ നമുക്കത് പറയാവുന്ന കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഈ ഒരു കവർ പോലും വളരെ ഭംഗിയായിട്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പോലും റീസൈക്കിൾ ചെയ്തിട്ടാണ്. ആ രീതിയിലുള്ള ഒരു പാക്കിംഗ് പോലുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.
ഇപ്പോൾ ഞാൻ ആദ്യകാലത്ത് ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് വിപണിയിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഫെബ്രുവരി 20 മുതൽ വിപണിയിലുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന രീതിയിൽ V-സ്റ്റാറിൻ്റെ സ്റ്റോറുകളിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാം. വളരെ സുഖപ്രദമാണ്. കുറച്ച് കാലമായിട്ട് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ധരിക്കാനുള്ള സുഖം മാത്രമല്ല, ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് കൂടിയുണ്ട് വുഡ് പൾപ്പിൽ നിന്ന് നിർമ്മിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു 10.1 ഇഞ്ച് സ്ക്രീനിൽ നമുക്കിപ്പം ഈ അഡാസിൻ്റെ പല ഫീച്ചേഴ്സും നമുക്ക് കാണാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഹോം സ്ക്രീനിലുള്ളതെന്ന് നോക്കാം. ഇത് ഹായ് MG എന്നെഴുതിയിരിക്കുന്നത് ഇതിൻ്റെ വോയിസ് കമാൻഡിൻ്റെ ആണ്. അതുപോലെ റേഡിയോ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ജിയോ സാവൻ, അതിനകത്ത് ഇപ്പോൾ അക്കൗണ്ട് എടുത്തിട്ടില്ല, ജിയോ സാവൻ കൊടുത്തിട്ടുണ്ട് മ്യൂസിക് കേൾക്കാൻ വേണ്ടി. പിന്നെ മോർ എന്നടിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മോർ എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വെഹിക്കിൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ ലെവലുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വെഹിക്കിൾ സെറ്റിങ്സിലായിരിക്കണം കാണാൻ സാധിക്കുന്നത്. ഫോർവേഡ് കൊളിഷൻ, അതെ ഇതാണ് ഈ കാണുന്ന ഡ്രൈവിംഗ് അസിസ്റ്റ്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, റിയർ ഡ്രൈവ് അസിസ്റ്റ്, ലൈൻ അസിസ്റ്റ് സിസ്റ്റം, ട്രാഫിക് ജാം അലേർട്ട്, സ്പീഡ് അസിസ്റ്റ് സിസ്റ്റം, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, പെഡസ്ട്രിയൻ അലേർട്ട്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. അതെല്ലാം ഡ്രൈവർ അസിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫൈൻഡ് മൈ കാർ, വാഹനം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന സംവിധാനം, അതുപോലെ ഇൻ്റലിജൻറ്റ് ഹെഡ് ലാമ്പ് കൺട്രോൾ, അത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രീമിയം വാഹനങ്ങൾ കാണുന്നതൊക്കെ നമുക്ക് ഇതിൽ കാണാം. മറ്റൊരു കാര്യം ഇപ്പോൾ ഇതിലുള്ളത് 360 ഡിഗ്രി ക്യാമറയാണ്. സാമാന്യം നല്ല റെസൊല്യൂഷനുള്ള ഒരു 360 ഡിഗ്രി ക്യാമറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ 3D ഇമേജിലേക്ക് പോകണമെങ്കിൽ ഈ 3D എന്നുള്ള ഇതിൽ പ്രസ് ചെയ്താൽ മതി. 2Dയും 3Dയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അഡാസ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലുള്ളതാണ് ഇതിൽ പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇതിൽ AC-യുടെ കൺട്രോളുകൾ, അതിൻ്റെ ഫാനിൻ്റെയൊക്കെ വേണമെങ്കിൽ ഫാനിൻ്റെ ബ്ലോവറൊക്കെ കൂട്ടാൻ വേണ്ടിയുള്ള സംഭവമൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. 96% ചാർജാണ് ഇപ്പോൾ കാണിക്കുന്നത്. 343 കിലോമീറ്റർ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ 461 എന്ന് കമ്പനി പറയുന്നത് 96 ആയപ്പോൾ അത് 343 ആയി. പക്ഷേ ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എങ്ങനെയായാലും ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 370 വരെയൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് മോശമായ കാര്യമല്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തെ പറ്റി പറയേണ്ട കാര്യം. പിന്നെ താഴേക്ക് വരുമ്പോൾ ഫിസിക്കൽ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ ഈ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. താഴെയായിട്ട് 2 ചാർജിങ് പോയിൻറ്റും ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജറും കൊടുത്തിരിക്കുന്നു. ഇവിടെ വയർലെസ് ചാർജിങ് ആണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്ന ഡ്രൈവ് മോഡുകളുടെ സ്വിച്ചുകളാണ്. മോഡുകൾ മാറ്റുമ്പോൾ നമുക്ക് ഈ സ്ക്രീനിലാണ് കാണാൻ സാധിക്കുന്നത് അതിൽ വരുന്ന മാറ്റം. ഇപ്പോൾ ഇക്കോ മോഡാണ്, അത് പിന്നീട് നമ്മൾ മാറ്റുമ്പോൾ നോർമലായി സ്പോട്ടായി. സ്പോട്ടിലേക്ക് എത്തുമ്പോഴേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റേഞ്ച് കുറയും എന്നുള്ള കാര്യമാണ്. ഈ KERS എന്ന് എഴുതിയിരിക്കുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ നമുക്ക് പലതരത്തിൽ കൺട്രോൾ ചെയ്യാം. അതായത് ഇപ്പോൾ റീജനറേറ്റീവ് ബ്രേക്ക് എന്ന് പറയുന്നതും പലപ്പോഴും ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റുകളെ സംബന്ധിച്ച് ഭയങ്കര അനോയിങ് ആണ്. കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടാതെ തന്നെ വാഹനം ബ്രേക്ക് ചെയ്ത ഒരു രീതിയായിരിക്കും. റീജനറേറ്റീവ് ബ്രേക്കിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ നമ്മളിത് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഈ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എമർജൻസി ബ്രേക്കിങ്ങിൻ്റെ ഒരു എഫക്റ്റ് പോലും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് 3 ലെവലുകളായിട്ട് മാറ്റാം. അതായത് വേണ്ടത്ര ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രേക്കിങ്ങിനൊരു എഫക്റ്റ് വരുന്ന രീതിയിലൊന്നും റീജനറേറ്റീവ് ബ്രേക്കിംഗ് വേണ്ടെങ്കിൽ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ലോ, മീഡിയം, ഹൈ എന്നുള്ള 3 മോഡുകളിലേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലൂടെ സംഭരിക്കുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നേരെ ബാറ്ററിയിലേക്ക് പോയി സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടും. റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് ഇടുന്നതെങ്കിൽ, ഓടിക്കാൻ അത്ര സുഖമില്ലെങ്കിൽ പോലും. അപ്പോൾ നമ്മളിത് മാറ്റി അതിൻ്റെ ലോയിലേക്കൊക്കെ ഇടുമ്പോഴത്തേക്കും റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം കുറയുകയും റേഞ്ച് കൂടുതൽ കിട്ടുന്ന ഒരവസ്ഥ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റ് അല്ലാത്തവർക്ക് എപ്പോഴും ഈ ഒരു ലോ ലെവലിൽ KERS സൂക്ഷിക്കുന്നതന്നെയായിരിക്കും നല്ലത്. ഇവിടെ ബാറ്ററിയുടെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 96% ചാർജ് ഉണ്ട്, റേഞ്ച് 343 കിലോമീറ്റർ. ഇതിൽ സെർച്ച് ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ എത്രത്തോളം കാർബൺ മോണോക്സൈഡ് അല്ലേ, CO2 അല്ലേ, ഞാൻ പഠിച്ചത് മലയാളം എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അത് സേവ് ചെയ്ത് എത്രത്തോളം നമ്മൾ സേവ് ചെയ്തു, 192 കിലോഗ്രാം സേവ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. ഒരു വർഷത്തിൽ 503 കിലോഗ്രാം, മൊത്തത്തിൽ 1368 കിലോഗ്രാം നമ്മൾ സേവ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയമായിട്ടൊക്കെ നോക്കുമ്പോൾ കുറേ മരം നട്ടതിനൊക്കെ തുല്യമായിരിക്കും. അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡ്രൈവ് സെലക്റ്റിൻ്റെ റോട്ടറി സ്വിച്ചാണ്. റിവേഴ്സ്, ന്യൂട്രൽ, അതുപോലെ ഡ്രൈവ് 3 മോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഇത് മാറ്റാമെന്ന് മാത്രമല്ല, പലപ്പോഴും ടാറ്റയുടെ കാറുകളിലൊക്കെ അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. കാരണം നമ്മളിത് ചേഞ്ച് ചെയ്ത് ഇത്തിരി ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലേ അത് ആ മോഡിലേക്ക് മാറുകയുള്ളൂ. അതുപോലെ ഒരു ചെറിയ ലാഗ് വരും. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ലാഗൊന്നുമില്ല. അപ്പോൾ തന്നെ റെഡിയാണ്, സംഭവം ഓടാൻ റെഡിയായിട്ട് നിൽക്കും. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സ്. ഈ ഭാഗത്തൊക്കെയുള്ള സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അയ്യോ, നിറത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷും കൊടുത്തിരിക്കുന്നു. ഈ സ്റ്റിച്ചിങ്ങും ഈ ഒരു ടെക്സ്ചറൊക്കെ ഭംഗിയായിട്ടുണ്ട്. സാമാന്യം വലിയ ഗ്ലോ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള AC വെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ. മൊത്തത്തിൽ ഇതിനൊരു പ്രീമിയം ലുക്ക് അത് തന്നെയാണ്. ഇവിടെ ഈ ഒരു കട്ടും അതുപോലുള്ള റെഡ് സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ കുത്തുകുത്ത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയേക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല സപ്പോർട്ടുള്ള തൈ സപ്പോർട്ടായാലും അതുപോലെ ബാക്ക് സപ്പോർട്ടെല്ലാം ഭംഗിയാണ്. ആ രീതിയിലുള്ള കുഷനിങ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നല്ല ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് ഉയർന്ന് നമ്മൾ വരുന്നുണ്ടല്ലോ, പിൻഭാഗത്തേക്കും മുൻഭാഗത്തേക്കും ഒക്കെ നീക്കാം. പക്ഷേ ഇത് നമ്മൾ ഈ പാസഞ്ചർ സീറ്റ് എന്ന് പറയുന്നത് മാനുവലിയാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പനോരമിക്കാണ്. അങ്ങേ അറ്റം വരെ പോകും. അതായത് പിൻഭാഗത്തിരിക്കുന്നവർക്ക് വളരെ സുഖമായിട്ട് ആകാശം നോക്കി യാത്ര ചെയ്യാം. മാനം നോക്കികൾക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാണെന്നാണ് പറയേണ്ടത്. പിന്നെ അതിന് ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഭംഗിയുള്ള ചില എലമെൻസും ടെക്സ്റ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ബോട്ടിലൊക്കെ സുഖമായിട്ട് സൂക്ഷിക്കാം. അവിടെയും സ്റ്റീൽ ഫിനിഷുള്ളൊരു ഭാഗമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിലെ മ്യൂസിക് സിസ്റ്റം അതിഗംഭീരമാണ്. പാട്ട് വെച്ച് കേൾപ്പിച്ച് കോപ്പിറൈറ്റ് അടിക്കാൻ ഞാൻ അതിൽ തയ്യാറല്ല. പക്ഷേ നല്ല മ്യൂസിക് സിസ്റ്റമാണ്. നല്ല ഗംഭീര ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. ഇത് നമുക്ക് സ്റ്റിയറിംഗ് വീല് കാണാം. സ്റ്റിയറിംഗ് വീലും ഭംഗിയുള്ള രീതിയിലാണ്. റെഡ് സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് അവിടെ ആയിട്ട് കാണാം. അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. നടുവിൽ MGയുടെ വലിയ ലോഗോ. 2 സൈഡിലും കുറേ കൺട്രോളുകളൊക്കെ. ഇവിടെ വോളിയം കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ സൈഡിൽ ഈ ഒരു സ്ക്രീനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാഹനം ഓടാത്തതുകൊണ്ടാണ് പലതും കാണാത്തത്. ഈക്കോ എന്നുള്ള ആ ഒരു ഡ്രൈവ് മോഡിലാണ് കിടക്കുന്നത് കാണാം. വാഹനം ഓടിക്കാൻ റെഡിയായിട്ട് കിടക്കുന്നു. 96% ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഡിജിറ്റലി കൊടുത്തിരിക്കുന്നു. ഭംഗിയുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സാമാന്യം വലിയ സ്ക്രീനാണ്. അതിൻ്റെ ചുറ്റും ഈ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗവും കൊടുത്തിരിക്കുന്നു. ഈ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഡോർ ലോക്കിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും പാഡ് ഷിഫ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും വാഹനം ഓടിക്കാൻ വളരെ രസകരമാണ്. അതുപോലെ തന്നെ താഴ്ന്ന ഡാഷ്ബോർഡൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി നമുക്ക് എല്ലാ ഭാഗത്തും കാണാനുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ ഇതൊരു ഇലക്ട്രിക് വാഹനമാണെന്ന്. കാരണം എന്താണെന്നറിയോ, ഫ്ലോർ വളരെ ഉയർന്നാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അത് മനസ്സിലാക്കി തരാനുള്ളൊരു കാരണം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ തൈ സപ്പോർട്ടർ അല്പം കുറയും എന്നുള്ളതാണ്. ഇത് കണ്ടല്ലോ, ഈ തുട ഇങ്ങനെ ചേർന്നിരിക്കില്ല നമ്മൾ കാര്യമായ രീതിയിൽ ദീർഘദൂര യാത്രയിൽ. പക്ഷേ അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ കാല് മുന്നോട്ട് നീക്കി വെക്കണം. അങ്ങനെ വരുമ്പോൾ ഈ സീറ്റ് മുന്നിലേക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പോൾ ഈ 2 സീറ്റുകളും സാമാന്യം ഇത് അല്പം പിന്നിലേക്കും ഇതല്പം മുന്നിലേക്കൊക്കെയാണ് കിടക്കുന്നത്. സ്പേസ് മോശമല്ല എങ്കിൽ പോലും ഈ കാല് നീട്ടി വെച്ച് തൈ സപ്പോർട്ടോട് ഇരിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. അത് പിൻഭാഗത്തിരിക്കുന്നവർക്ക് ദീർഘദൂര യാത്രയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. പക്ഷേ ഇവിടെ വളരെ ഫ്ലാറ്റായ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായി ഇരിക്കാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ഇവിടെ സാമാന്യം നല്ല ഒരു ആംബ്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ക്വാളിറ്റി തീർച്ചയായിട്ടും നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു നിലവാരം അതിനുണ്ടെന്നുള്ള ഒരു സംശയമില്ല. ഇവിടെ AC വെൻ്റ് പിൻഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട്. 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കുഷനിങ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒരു തൈ സപ്പോർട്ടിൻ്റെ പ്രശ്നം മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പിൻഭാഗത്തിരിക്കുമ്പോൾ കാൽ ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു ഫീല് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയ ഡോറാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. മുൻഭാഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കയറാനും ഇറങ്ങാനും ഒരല്പം ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഈ ചെറിയ ഡോറുകളുടെ കാര്യത്തിലുണ്ടാകും. പക്ഷേ ഞാനീ പറഞ്ഞാൽ ഇതൊക്കെ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് ഇല്ലെങ്കിൽ പോലും 1000കണക്കിന് MG ZS ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും വലിയ പരാതിയായിട്ട് ആരും പറയുന്നില്ല. എങ്കിൽ പോലും ആദ്യമേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ നെഗറ്റീവ്സൊക്കെയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് ഇങ്ങേ അറ്റം വരെ വരുന്നുണ്ട്. സൺറൂഫ് എന്നുള്ളതുകൊണ്ട് തന്നെ സുഖമായ യാത്ര ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നിർമ്മാണ നിലവാരം തന്നെയാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യം. ഓരോ ഇഞ്ചിലും തീർച്ചയായിട്ടും നിർമ്മാണ നിലവാരം തുടിച്ചു നിൽക്കുന്നു എന്നാണ് പറയേണ്ടത്. MG ZS പുതിയ അഡാസ് ഫീച്ചേഴ്സ് വന്നപ്പോൾ മെക്കാനിക്കലി യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെപ്പറ്റി അധികം വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല.
പക്ഷേ ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഡ്രൈവബിലിറ്റിയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ സസ്പെൻഷനും അതുപോലെ തന്നെ ഒന്നാം തരമാണ്. നമ്മളെപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ കമ്പയർ ചെയ്യുന്നത് മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ടാണ്. പക്ഷേ ഇവയൊന്നും തമ്മിൽ വലിയ കമ്പാരിസൻ്റെ കാര്യമൊന്നുമില്ല. ഒരു കാര്യമാണ് പ്രധാനമായിട്ടും എനിക്ക് എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത്. അത് ഈ ഇനിഷ്യൽ ഒരു പിക്കപ്പ് ഉണ്ടല്ലോ. ആ ഇനിഷ്യൽ പിക്കപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും അപകടകാരിയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ ചില വാഹനങ്ങളിൽ ആ ഇനിഷ്യൽ പിക്കപ്പ് ഒരല്പം കുറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ മറ്റു ചില വാഹനങ്ങളിൽ അങ്ങനെയല്ല. കാല് തൊട്ടാൽ പറന്നു പോകുന്ന അനുഭവമാണ് നമുക്ക് കിട്ടുക. അങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോഴാണ് ഭസ്മാസുരന് വരം കിട്ടിയതുപോലുള്ള അനുഭവം ഉണ്ടാകുക. അതായത് യാതൊരു വെളിവുമില്ലാത്ത രീതിയിൽ വാഹനം പറന്നു പോവുകയും എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുകയൊക്കെ ചെയ്യും. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. 0 to 100 എന്ന് പറയുന്നത് ഒരു ആട് വരുന്നു. ആട് ഇന്ത്യയിലെ കാര്യത്തിൽ നമ്മളെപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ മൃഗങ്ങളും മനുഷ്യരും രണ്ടും എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെയ്യാന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ 8.5 സെക്കൻഡ്സ് കൊണ്ടാണ് ഈ വാഹനം 100 കിലോമീറ്റർ വേഗത എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര മാരകമായ ഇനിഷ്യൽ ഒരു പവർ അല്ല കൊടുത്തിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു തികഞ്ഞ ഫാമിലി വാഹനമായിട്ട് തന്നെയാണ് കമ്പനി കൺസീവ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവിൽ അനുഭവിക്കുന്നത്. പിന്നെ നല്ല വെയിറ്റുള്ള വാഹനമാണിത്. തന്നെയല്ല താഴെ അങ്ങനെ നല്ല വെയിറ്റുള്ള ബാറ്ററി പാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ റോഡിനോട് ചേർന്ന് നിൽക്കുന്നൊരു അനുഭവമാണ് ഓടിക്കുമ്പോൾ കിട്ടുക. അത് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. തന്നെയല്ല റോഡ് ഗ്രിപ്പ് തീർച്ചയായിട്ടും കൂടുന്നുമുണ്ട്. കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വാഹനമൊക്കെ ഓടിക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള കാര്യമാണിത്. പക്ഷേ നമ്മുടെ ഈ ട്രാഫിക് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കടക്കുമ്പോൾ ഏതൊരു വാഹനവും ഓടിച്ചാലും അത് എഫേർട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നുണ്ടെന്നല്ലാതെ അത് ഒഴിച്ചു നിർത്തിയാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്നും കോയമ്പത്തൂരേക്കൊക്കെ പോവുകയാണെങ്കിൽ വെറുതെ ഇതിങ്ങനെ സ്റ്റിയറിങ്ങും പിടിച്ചിങ്ങനെ കാഴ്ചയും കണ്ട് വർത്തമാനം പറഞ്ഞ് പോകാമെന്നല്ലാതെ ഒരു എഫേർട്ടും ഇല്ല. അത്രയധികം എഫേർട്ട്ലെസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡ്രൈവ് എന്ന് പറയുന്നത്. പിന്നെ ഗിയർ ഷിഫ്റ്റ് പോലുള്ള കാര്യങ്ങളൊന്നും അറിയാനില്ല. ഈ CVT എന്ന് പറയുന്ന ട്രാൻസ്മിഷനാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. സാധാരണ CVTകളിൽ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക് വാഹനങ്ങളിൽ വരുമ്പോൾ അതുപോലുമില്ല. ഒരൊറ്റ പോക്കാണ് എന്നാണ് പറയേണ്ടത്. എന്തായാലും ഒരു കാര്യത്തിലും ഇതുവരെ ചീത്തപ്പേര് കേൾപ്പിക്കാത്ത ഒരു വാഹനമാണിത്. റേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും മാരകമായ റേഞ്ച് ഡ്രോപ്പ് ആകുന്ന പ്രശ്നമൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ എപ്പോഴും ഈ പറഞ്ഞ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം EV ഓടിക്കുന്നവരുമായിട്ട് ഒരു 4 പേരുമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും അവസാനം സംസാരിച്ച ആൾ അദ്ദേഹം BYD അറ്റോത്രി ഓടിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും EV ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക നന്നായിരിക്കും. എങ്ങനെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഉപയോഗിച്ച് അതുപോലെ RPM ഒക്കെ കൃത്യമായി നിലനിർത്തി എങ്ങനെയാണ് നല്ല റേഞ്ച് കൈവരിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് EV ഓടിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. അങ്ങനെയാണ് മാക്സിമം റേഞ്ച് കിട്ടുക. നമ്മൾ പെട്രോൾ വാഹനങ്ങൾ ഡീസൽ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന പോലെ ഓടിച്ചിട്ട് EVക്ക് റേഞ്ച് ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനിയിപ്പോൾ ഒരല്പം സാങ്കേതികതയിലേക്ക് പോവുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 50.3 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. ആദ്യകാലത്ത് വന്ന ZS-CVയിലുണ്ടായിരുന്ന 44.5 ആണെങ്കിൽ ഇപ്പോൾ 50.3 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് 5.8 കിലോവാട്ട് വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെയാണ് റേഞ്ചും കാര്യമായിട്ട് കൂടിയത്. ആദ്യകാലത്ത് വന്നപ്പോൾ 419 കിലോമീറ്റർ ആയിരുന്നു റേഞ്ചെങ്കിൽ ഇപ്പോൾ അത് 42 കിലോമീറ്റർ വർദ്ധിച്ച് 461 ആവുകയാണ് ഉണ്ടായത്. പക്ഷേ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇക്കോ മോഡൽ ഒരു 360, നോർമൽ മോഡൽ 340, അതുപോലെ സ്പോർട്ട് മോഡൽ 310 ഇങ്ങനെയൊക്കെയാണ് സാധാരണ തരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അത് കൂടുതൽ കിട്ടാവുന്ന അവസ്ഥയിൽ ഓടിച്ചാൽ കൂടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഫ്രണ്ട് ആക്സിലാണ് ഇലക്ട്രിക് മോട്ടോർ ഘടിപ്പിച്ചിരിക്കുന്നത്. 176 bhp പവർ തരുന്ന മോട്ടറാണത്. അതുപോലെ 280 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. ചാർജിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 7.4 കിലോവാട്ടിൻ്റെ AC വാൾ ബോക്സ് ചാർജറിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ 8.5 അവേഴ്സാണ് വേണ്ടത് ഇത് 100% ചാർജ് ആകാൻ. എന്നാൽ 50 കിലോവാട്ടിൻ്റെ DC ചാർജർ ആണെങ്കിൽ 80% ചാർജ് ആകാൻ വെറും 60 മിനിറ്റ് മതി. പിന്നെ മറ്റു തരത്തിൽ ബാറ്ററി ചാർജ് ആക്കാവുന്നത് നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാര്യമായ രീതിയിൽ പ്രയോഗിച്ച് ഹൈ ലെവലിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ വീണ്ടും അതും ചാർജ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് സ്റ്റൈലുള്ളൊരു വാഹനമാണിത്. രസമാണിത് ഓടിക്കാൻ. പക്ഷേ ഇക്കോ എന്നുള്ള മോഡിലാണ് ഓടിക്കുന്നതെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഒരല്പം സ്ലഗിഷ് ആകുന്നുണ്ട് ഡ്രൈവ്. പക്ഷേ നോർമലിലും സ്പോർട്ടിലും വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഡ്രൈവാണ് നമുക്ക് കിട്ടുന്നത്. ഇനി പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ADAS ഫീച്ചേഴ്സിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആകെ 17 ADAS ഫീച്ചേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ആദ്യം ഉണ്ടായിരുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ലെയിൻ ചേഞ്ച് അസിസ്റ്റ്, അതുപോലെ തന്നെ പിന്നിൽ റിയർ ക്രോസ് ട്രാഫിക് അലർട്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രാഫിക് ജാം അസിസ്റ്റ്, ഫോർവേഡ് കൊളീഷൻ വാണിംഗ്, ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ ഡിപ്പാച്ചർ വാണിംഗ്, സ്പീഡ് അസിസ്റ്റ് സിസ്റ്റം, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, 360 ഡിഗ്രി ക്യാമറ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. കൂടാതെ 6 എയർ ബാഗുകളിലെ ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ അല്ലാതെയും, അതായത് നോർമലി ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നിലനിർത്തിയിട്ടുമുണ്ട്. അതുപോലെ ഇതൊരു SUV ആയതുകൊണ്ട് തന്നെ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്.
അതും വളരെ ഉപയോഗപ്രദമായ കാര്യമാണ്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മൾ എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മളെ ആകെ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അത് ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലെവലുകളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രാഫിക് ജാം അസിസ്റ്റ്, ഫോർവേഡ് കൊളീഷൻ വാണിംഗ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈനുകൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ പല റോഡുകളിൽ ലൈനുകളില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ലൈൻ റിപ്പാച്ചർ വാണിംഗ് നല്ലതാണ്. സ്പീഡ് അസിസ്റ്റ് സിസ്റ്റംസ് നല്ലതാണ്. പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. അതായത് മുൻഭാഗത്ത് പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മുടെ വാഹനം സ്പീഡ് എടുക്കുകയും സ്പീഡ് കുറയ്ക്കുകയും സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സംവിധാനം, അതും തീർച്ചയായിട്ടും നല്ലതാണ്. അങ്ങനെ 17 ഗംഭീരമായ അഡാസ് ഫീച്ചേഴ്സുമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ZS-EV വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ അഡാസ് സിസ്റ്റത്തിന് 3 തരത്തിലുള്ള വാണിംഗ് ഉണ്ടെന്നുള്ള കാര്യമാണ്. ഹാപ്റ്റിക്, ഓഡിയോ ആൻഡ് വിഷ്വൽ, 3 തരത്തിലും നമ്മളെ ഈ വാണിംഗ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിലേതാണ് നമുക്ക് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി പെരുമാറിയതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അതും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം അഡാസ് ഫീച്ചേഴ്സ് വരുന്നതിന് മുമ്പും ZS-EV ഒട്ടും മോശം വാഹനമായിരുന്നില്ല. പലതരത്തിൽ ഗുണങ്ങളുള്ള വാഹനങ്ങളാണ്. സസ്പെൻഷൻ ആയാലും വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ആയാലും റേഞ്ച്, മോശമല്ലാത്ത റേഞ്ച് ആയാലും എല്ലാ കാര്യങ്ങളിലും വളരെ മുന്നിൽ നിൽക്കുന്ന വാഹനമാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ അഡാസ് ഫീച്ചേഴ്സ് വന്നപ്പോൾ കുറേ കൂടി പ്രീമിയം വാഹനങ്ങളുടെ ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ് ZS-EV എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഏറ്റവും പുതിയ അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് വന്ന ഈ വാഹനം വന്നപ്പോഴേക്കും വില ഒരു 60,000 രൂപയോളാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഏതാണ്ട് 28 ലക്ഷം രൂപ ഇപ്പോൾ ഈ ഒരു ടോപ്പ് എൻഡ് മോഡൽ, അഡാസോട് കൂടിയ ടോപ്പ് എൻഡ് മോഡലിന് എക്സ്ഷോറൂം വിലയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അഡാസ് ഫീച്ചേഴ്സ് ഇത്രയൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോവർ ട്രിമ്മുണ്ട്, അതിന് 22 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി വാങ്ങിക്കാം. അഡാസ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അഡാസ് ഫീച്ചേഴ്സ് നമ്മുടെ വാഹന ജീവിതം കുറച്ചുകൂടി ഈസിയർ ആക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. കുറേ കൂടി സേഫായിട്ട് വാഹനം ഓടിക്കാം. എന്നിട്ടും കൊണ്ട് ഇടിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ മാത്രമേ ഇടിപ്പിക്കാൻ പറ്റൂ. അഡാസ് ലെവൽ 2 ഒക്കെ ഉള്ള വാഹനങ്ങളിൽ അത്രയധികം വാഹനം നമ്മളെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കുമെന്നുള്ളതാണ് അഡാസ് ഫീച്ചേഴ്സിൻ്റെ പ്രത്യേകത. പിന്നെ ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഈ ഒരു യുവാവ്, അഡാസ് എന്ന് പറയുന്ന യുവാവ് ചെയ്തു വയ്ക്കാറുണ്ട്. അതിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എമർജൻസി ബ്രേക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. പക്ഷേ അതിൻ്റെയൊക്കെ ലെവലുകൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൊണ്ടു നടക്കാവുന്നൊരു വാഹനമാണ് ZS-EV. ഈ വാഹനമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി സത്യത്തിൽ ഇപ്പോൾ വലിയ വാഹനങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ വാഹനത്തിൻ്റെ ഏകദേശം വില വേണമെങ്കിൽ നമുക്ക് അറ്റോ 3 BYD അറ്റോ 3യിൽ ആരോപിക്കാം. പക്ഷേ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന നെക്സോണിനേക്കാളും 8-9 ലക്ഷം രൂപ കൂടുതലുണ്ട്. പക്ഷേ വലിപ്പം കൂടുതലുണ്ട്, തന്നെയുമല്ല റേഞ്ച് കൂടുതലുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തെ പറ്റി പറയാവുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും പുതിയ ഹ്യുണ്ടായി കോന വരുന്നത് വരെ ഈ ZS-EVക്ക് വലിയ എതിരാളികളൊന്നുമില്ല, തുടരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ZS-EVയുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ പേരിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ബൈ.